ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ജനവിധിയാണ് ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു വിധി ജനങ്ങളിൽ നിന്നുണ്ടായി എന്നത് വളരെ സൂക്ഷ്മതലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് തുടർ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരെ മൈന്യൂട്ടായി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി ഞങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ, താഴെ തലത്തിൽ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം തിരുത്തലിന് വിധേയമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ജനങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കാറുള്ളത്. ഈ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും LDF ഒരു മേൽക്കൈ ലഭിക്കാറുണ്ട്. അത് മറ്റ് സ്റ്റേറ്റ് വൈഡുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ ട്രെൻഡ് എന്തായാലും, പക്ഷെ ഇത്തവണ ഗ്രാമപഞ്ചായത്തുകളിൽ പോലും UDF ഒരു മുന്നേറ്റം, ഇതൊരു ചരിത്രപരമായ തോൽവി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം സമ്മിശ്രമാണ്. കേരളമാകെ എടുത്തു കഴിഞ്ഞാൽ ഒരേ രീതിയിലല്ല. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചേ പറയാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്ത് UDFും 7 പഞ്ചായത്ത് LDF ആണ്. അത് നിങ്ങൾ പറഞ്ഞ രീതിയിൽ എല്ലാ മേഖലകളിലും UDF നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ സൂക്ഷ്മതലത്തിൽ ഞങ്ങൾ പരിശോധിച്ച് നിലപാടുകൾ എടുക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നത്. നിസ്സാരമല്ലല്ലോ, തോറ്റ് എന്നുള്ളത് തോൽവി തന്നെയല്ലേ. അപ്പം അത് BJP ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും നിസ്സാരമായി കാണാൻ കഴിയില്ല. അതിന് UDF പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളല്ല. അതാണ് ഇതിൻ്റെയൊക്കെ വിഷയം. അവരിതെല്ലാം അന്തർധാര എന്ന് പറഞ്ഞിട്ട് ഒരു അന്തർധാരയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPMോ BJPയുമായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് പ്രശ്നത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് ജനങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് ശരിയല്ല. BJP അധികാരത്തിൽ വന്നു എന്നുള്ളത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ, രാഷ്ട്രീയമായ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. LDF മുന്നോട്ട് വെച്ച ക്യാമ്പയിൻ, അത് പ്രത്യേകിച്ച് ഈ LDFിന്റെ വികസന നേട്ടങ്ങൾ മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ട് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൂടുതൽ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ. വന്ന പ്രശ്നങ്ങളോട് പ്രതികരിച്ചു പോയി എന്ന് മാത്രമല്ലേ ഉള്ളൂ. വന്ന പ്രശ്നങ്ങളോട് പ്രതികരിച്ചു പോയി എന്നുള്ള ഒരു നിലപാട് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള ഒരു പ്രാധാന്യമൊന്നും അത്തരം പ്രശ്നങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അല്ല, വികസനവും ക്ഷേമവും എന്നുള്ളത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വികസന കാര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ വളരെ വലുത് തന്നെയാണ്. അപ്പം അത് എന്തുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു പ്രതികരണം വന്നില്ല എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കി പരിശോധിക്കല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഞങ്ങൾ സന്നദ്ധമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശരിയല്ല. അത് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് ശ്രദ്ധ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ്. രാജ്യത്താകമാനം വർഗീയ ഏകീകരണത്തിന് വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്, RSS സംഘപരിവാർ ശക്തികൾ. അതിൻ്റെ ഗൗരവത്വം കണ്ടുകൊണ്ട് തന്നെയുള്ളൊരു നിലപാടാണ് ഇവിടെ BJP അധികാരത്തിൽ വന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ ആ നിലയാണ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുക. ഗൗരവത്തിലെ എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് ഭാവി നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതാണ് ഇപ്പോൾ അത് നമുക്ക് പരിശോധിച്ചിട്ട് പറയാം. എല്ലാം ഇപ്പൊ പറയാൻ പറ്റില്ല. ഞങ്ങൾ ചെറുത് ഞങ്ങൾ പോയിച്ചിട്ട് നോക്കിയിട്ടല്ലേ പറയാം. പറഞ്ഞിരുന്നത് രാഷ്ട്രീയമായി BJPയും സംഘപരിവാറിനെയും നേരിടാനുള്ള ശക്തി ഇടതുപക്ഷത്തിനാണ് കേരളത്തിൽ പറയാറുണ്ട്. പക്ഷെ ആ ഒരു നറേറ്റീവിനെ ക്ഷീണിപ്പിക്കുന്നതല്ലേ ഇപ്പോ ഈ കോർപ്പറേഷനിൽ അടക്കം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വളർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ മുന്നേറ്റവും ഇത് ഒരു കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ള നിലപാട് നമ്മൾ ഈ പരിശോധനയ്ക്ക് വിധേയമാക്കി സമീപനം എടുക്കേണ്ടതാണ്. അത്തരമൊരു പരിശോധനയ്ക്ക് എല്ലാ പരിശോധനയ്ക്കും
CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറാണ് എന്നുള്ളതാണ് CPM-ന്റെ മറ്റൊരു കാര്യം സെക്രട്ടറി ഇവിടെ സെക്രട്ടറി സംസാരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാം വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തി തിരിച്ചടിയായി അങ്ങനെ ഒരു വിലയിരുത്തൽ. അല്ല, ഞങ്ങൾ മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തിയിട്ടില്ല. മുസ്ലിം വിഭാഗത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾക്കെതിരായി വരുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല.